ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമൻ പ്രവർഷണം പർവ്വതത്തിലെ ഗുഹയുടെ മുൻപിലുള്ള ഒരു പാറക്കല്ലിൽ ഇരിക്കുകയായിരുന്നു. മരവുരി ഉടുത്തവനും ജട ധരിച്ചവനും നീലമേഘ ശ്യാമളനും വിശാലമായ കണ്ണുകളോട് കൂടിയവനും ശാന്തനും മന്ദസ്മിതത്താൽ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവനും സീതാവിരഹ ദുഃഖത്താൽ വിവശനും മൃഗങ്ങളെയും പക്ഷികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നവനുമായ രാമനെ സുഗ്രീവൻ കണ്ടു. സുഗ്രീവനും ലക്ഷ്മണനും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. രാമൻ സുഗ്രീവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. കുശലം ചോദിച്ചു. തൻ്റെ സമീപത്തിരുത്തി വേണ്ട പോലെ സൽക്കരിച്ചു. ഭക്തി കൊണ്ട് കുനിഞ്ഞ ശിരസ്സോടെ സുഗ്രീവൻ പറഞ്ഞു, ദേവാ, വന്നുകൊണ്ടിരിക്കുന്ന വാനരപ്പടയെ കണ്ടാലും പല പല കുലപർവ്വതങ്ങളിൽ ജനിച്ചവരും മഹാമേരുവിനെ പോലെയും മന്ദര പർവ്വതത്തെപ്പോലെയും വലിയ ശരീരത്തോടു കൂടിയവരും പല ദ്വീപുകളിലും പർവ്വതങ്ങളിലും താമസിക്കുന്നവരുമായ വാനരന്മാരാണിവർ. ഈ വാനരന്മാരെയെല്ലാം ഇഷ്ടമുള്ള സ്വരൂപം സ്വീകരിക്കാൻ കഴിവുള്ളവരാണ്. അവരെല്ലാം ദേവാംശഭൂതരാണ്. യുദ്ധത്തിൽ മിടുക്കന്മാരാണ്. ഇവരിൽ ചിലർ ആനയുടെ ശക്തിയുള്ളവരാണ്. മറ്റു ചിലർ 10 ആനകളുടെയും പിന്നെ ചിലർ 10,000 ആനകളുടെയും ശക്തിയുള്ളവരാണ്. വേറെ ചിലർ കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തിയുള്ളവരാണ്. ചിലർ അഞ്ജന പർവ്വതം പോലെ കറുത്തവരാണ്. ചിലർ സ്വർണ്ണവർണ്ണത്തിലുള്ളവരാണ്. ചിലർ ചുവന്ന മുഖത്തോടു കൂടിയവരാണ്. മറ്റു ചിലർ നീണ്ട വാലോടു കൂടിയവരാണ്. ചിലർ വെളുത്ത നിറമുള്ളവരാണ്. ചിലർ രാക്ഷസരെ പോലെ വലിയ ശരീരത്തോടു കൂടിയവരാണ്. യുദ്ധത്തെ ആഗ്രഹിച്ച് ഉച്ചത്തിൽ സിംഹനാദം മുഴക്കിക്കൊണ്ടാണ് അവർ വരുന്നത്. ഇവരെല്ലാം അങ്ങയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായവരാണ്. ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിക്കുന്നവരാണ്. ഇത് 1 കോടി കരടിക്കുരങ്ങന്മാരുടെ അധിപനും പരമബുദ്ധിമാനും എൻ്റെ മന്ത്രിയുമായ ജാമ്പവാനാണ്. ഇത് ഹനുമാനാണ്. വലിയ ശക്തനാണ്. വായുവിൻ്റെ പുത്രനാണ്. അതിബുദ്ധിമാനാണ്. എൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. നളൻ, നീലൻ, ഗവയൻ, ഗവാക്ഷൻ, ഗന്ധമാദനൻ, ശരഭൻ, മൈന്ദൻ, ദിവിതൻ, ഗജൻ, പനസൻ, വാലിമുഖൻ, ദതിമുഖൻ, സുഷേണൻ, താരൻ എന്നിവരാണ് ഈ വാനര ശ്രേഷ്ഠന്മാർ. ഇദ്ദേഹം ഹനുമാന്റെ അച്ഛനും മഹാശക്തനുമായ കേസരിയാണ്. ഇങ്ങനെ എൻ്റെ പ്രധാന സേനാനായകന്മാരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളൂ. ഇവരെല്ലാം കോടിക്കണക്കിന് വാനരന്മാരുടെ സേനാപതികളാണ്. എല്ലാവരും അതിശക്തരാണ്. ഇന്ദ്രനു തുല്യം പരാക്രമശാലികളാണ്. ഇവരെല്ലാം അങ്ങയുടെ ആജ്ഞയെ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നവരാണ്. ഇത് ബാലിയുടെ മകനാണ്. അംഗദൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. ബാലിക്ക് തുല്യ പരാക്രമശാലിയാണ്. രാക്ഷസ സൈന്യങ്ങളെ സംഹരിക്കാൻ കെൽപ്പുള്ളവനാണ്. ഇവരെപ്പോലെ അസംഖ്യം വേറെ വാനരന്മാരും അങ്ങയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ഒരുക്കമുള്ളവരാണ്. പർവ്വത കൊടുമുടികളെ ആയുധമാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. ശത്രുസംഹാരത്തിൽ നിപുണന്മാരാണ്. ഇവരെല്ലാം അങ്ങയുടെ അധീനത്തിലുള്ളവരാണ്. ഇവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിക്കുകയേ വേണ്ടൂ. രാമൻ സന്തോഷാശ്രുക്കളോടെ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സുഗ്രീവ, അങ്ങേക്ക് കാര്യത്തിൻ്റെ ഗൗരവം നല്ലതുപോലെ അറിയാമല്ലോ. അതിനാൽ ഇവരെ സീതാന്വേഷണത്തിന് പറഞ്ഞയച്ചാലും. രാമൻ പറഞ്ഞതു കേട്ട് സന്തോഷിച്ച സുഗ്രീവൻ ശക്തന്മാരായ വാനരന്മാരെ സീതയെ അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നതിനായി 4 ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു. തെക്ക് ഭാഗത്താണല്ലോ രാവണൻ്റെ രാജ്യമാകുന്ന ലങ്ക. സീത ലങ്കയിലുണ്ടാവാനാണ് സാധ്യത. അതിനാൽ തെക്കേ ദിക്കിലേക്ക് കൂടുതൽ സമൃദ്ധരായ വാനരന്മാരെ നിയോഗിച്ചു. യുവരാജാവായ അംഗദൻ, ജാമ്പവാൻ, ഹനുമാൻ, നളൻ, സുഷേണൻ, ശരഭൻ, മൈന്ദൻ, ദിവിതൻ എന്നിവരെയും ധാരാളം സൈന്യങ്ങളെയും തെക്കേ ദിക്കിലേക്ക് പറഞ്ഞയച്ചു. സുഗ്രീവൻ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ മുഴുവൻ സീതയെ തിരഞ്ഞു നോക്കണം. എൻ്റെ കൽപ്പനയെ മാനിച്ച് 1 മാസത്തിനുള്ളിൽ തിരിച്ചു വരണം. സീതയെ കാണാതെ 1 മാസം കഴിഞ്ഞു വരുന്നവന് മരണം ശിക്ഷയായിരിക്കും എന്നിൽ നിന്ന് ലഭിക്കുക. ഇങ്ങനെ വാനരന്മാരോട് കൽപ്പിച്ച് സുഗ്രീവൻ ശ്രീരാമൻ്റെ സമീപത്ത് ചെന്നിരുന്നു. യാത്ര ചോദിച്ച ഹനുമാനോട് ശ്രീരാമൻ പ്രത്യേകം പറഞ്ഞു, സീതയ്ക്ക് തിരിച്ചറിയാനായി എൻ്റെ പേരെഴുതിയ ഈ മോതിരം കൊണ്ടുപോയിക്കൊള്ളൂ. ഈ കാര്യത്തിൽ അങ്ങാണ് തക്ക ആൾ. അങ്ങയുടെ ശക്തി എനിക്കറിയാം.
അങ്ങയുടെ യാത്ര ശുഭമായി തീരട്ടെ. ഇങ്ങനെ ശ്രീരാമൻ അനുഗ്രഹിച്ചു. അംഗദന്റെ നേതൃത്വത്തിലുള്ള വാനരന്മാർ തെക്കേ ദിക്കിലേക്ക് യാത്രയായി. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ദിക്കുകളിലേക്ക് പോയ വാനരന്മാർ സീതയെ കാണാൻ കഴിയാതെ നിരാശരായി. 1 മാസത്തിനുള്ളിൽ തിരിച്ചു വന്ന് സുഗ്രീവനോട് വിവരം പറഞ്ഞു. തെക്കോട്ട് പോയ വാനരന്മാർ വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിലുള്ള കാട്ടിൽ സീതയെ അന്വേഷിച്ചു നടന്നു. അവർ വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിൽ പർവ്വതം പോലെ വലിയ ശരീരത്തോടു കൂടിയ ഒരു രാക്ഷസനെ കണ്ടു. അവൻ ആ കാട്ടിലെ മാനുകൾ, ആനകൾ എന്നിവയെ പിടിച്ചു തിന്നുകൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത്. കണ്ടാൽ അതിഭയങ്കരനാണ്. രാവണനാണെന്ന് തെറ്റിദ്ധരിച്ച് വാനരന്മാർ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കൊന്നു. പിന്നീടത് രാവണനല്ല എന്നവർക്ക് മനസ്സിലായി. വാനരന്മാർ മറ്റൊരു കാട്ടിലേക്ക് കടന്നു. അപ്പോഴേക്കും അവരെല്ലാം ദാഹം കൊണ്ട് പരവശരായി തീർന്നിരുന്നു. തൊണ്ട വരണ്ട് ആ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞിരുന്ന വാനരന്മാർ പുല്ലും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരു ഗുഹ കണ്ടു. അതിൽ നിന്ന് പുറത്തേക്ക് വന്നുയരുന്ന ചില അരയന്നങ്ങളെയും ക്രൗഞ്ച പക്ഷികളെയും കണ്ടു. അവയുടെ ചിറകുകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീണിരുന്നു. ഈ ഗുഹയിൽ വെള്ളം കാണും, നമുക്ക് ഇതിനുള്ളിൽ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുൻപിൽ നടന്നു. അദ്ദേഹത്തെ അനുഗമിച്ച് മറ്റു വാനരന്മാരും ഗുഹയിലേക്ക് പ്രവേശിച്ചു. അതിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. കുറേ ദൂരം ഗുഹയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇരുട്ട് നീങ്ങി. വാനരന്മാർ പ്രകാശഭൂയിഷ്ടമായ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. അവിടെ അവർ നിർമ്മല ജലം നിറഞ്ഞ സരസ്സുകളും ധാരാളം പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും കണ്ടു. വൃക്ഷങ്ങളിൽ തേൻകൂടുകൾ തൂങ്ങി നിന്നിരുന്നു. അവിടെ രത്നനിർമ്മിതമായ ഒരു മനോഹര ഗൃഹത്തെയും അവർ കണ്ടു. ആ ഗൃഹത്തിൽ ദിവ്യാസനത്തിൽ ധ്യാനനിഷ്ഠയായിരിക്കുന്ന അതിതേജസ്വിയായ ഒരു യോഗിനിയെയും കണ്ടു. അവർ ഭയഭക്തികളോടെ യോഗിനിയെ നമസ്കരിച്ചു. യോഗിനി വാനരന്മാരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ്? ആര് പറഞ്ഞയച്ചാണ് വരുന്നത്? എൻ്റെ ഏകാന്തതയെ ഭഞ്ജിക്കുന്നത് എന്തിനാണ്? ഹനുമാൻ മറുപടി പറഞ്ഞു, അയോധ്യാധിപതിയായിരുന്ന ശ്രീരാമനായ ദശരഥ രാജാവ്, അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനാണ് രാമൻ. അദ്ദേഹം അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഭാര്യയോടും അനുജനോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്നു താമസിച്ചിരുന്നു. അവിടെ വെച്ച് ദുഷ്ടനായ രാവണൻ രാമൻ്റെ ഭാര്യയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമൻ ലക്ഷ്മണനോടുകൂടി സുഗ്രീവൻ്റെ സമീപത്തെത്തി. സുഗ്രീവനുമായി രാമൻ സഖ്യം ചെയ്തു. സീതയെ അന്വേഷിച്ചു കണ്ടുപിടിക്കാനായി സുഗ്രീവൻ ഞങ്ങളോട് കൽപ്പിച്ചു. സീതയെ തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കാട്ടിൽ എത്തിച്ചേർന്നു. കുടിക്കാൻ വെള്ളം കിട്ടുമോ എന്ന് നോക്കാനാണ് ഞങ്ങൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങി വന്നത്. ഇനി അവിടുന്ന് ആരാണെന്നും എന്താണ് ഇവിടെ താമസിക്കുന്നതെന്നും കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഹനുമാൻ പറഞ്ഞത് കേട്ട് സന്തോഷിച്ച യോഗിനി പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് ഫലമൂലങ്ങൾ തിന്നുകൊള്ളൂ. മതിയാവോളം തേനും കുടിക്കാം. ഈ സരസിൽ നിന്നും ശുദ്ധജലം ദാഹം തീർക്കുന്നത് വരെ കുടിക്കാം. അങ്ങനെ വിശപ്പും ദാഹവും തീർത്തു വരുവിൻ. അതിനുശേഷം ഞാൻ എൻ്റെ കഥ പറയാം. വാനരന്മാർ മതിയാവോളം പഴങ്ങളും കിഴങ്ങുകളും തിന്നു. ശുദ്ധജലം കുടിച്ചു. തൃപ്തിയാവോളം തേനും കുടിച്ചു. അതിനുശേഷം എല്ലാവരും യോഗിനിയുടെ മുന്നിലെത്തി തൊഴുതുകൊണ്ടു നിന്നു. അവരോട് യോഗിനി സ്വന്തം കഥ പറഞ്ഞു. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകളായിരുന്നു ഹേമ. അവൾ നൃത്തം കൊണ്ട് പരമശിവനെ സന്തോഷിപ്പിച്ചു. പരമശിവൻ അവൾക്ക് ഈ മണിമന്ദിരം നിർമ്മിച്ചു കൊടുത്തു. അവൾ ശിവനെ സേവിച്ചുകൊണ്ട് വളരെയധികം കാലം ഇവിടെ താമസിച്ചിരുന്നു. ഞാൻ ഹേമയുടെ സഖിയാണ്. ഗന്ധർവ സ്ത്രീയാണ്. സ്വയംപ്രഭ എന്നാണ് പേര്. ഞാൻ വിഷ്ണു ഭഗവാനെ തപസ്സു ചെയ്യുന്നവളാണ്. കുറേയധികം കാലത്തിനു ശേഷം ഹേമ സിദ്ധയായി തീർന്ന് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ശിവനെ സേവിച്ച് ഭക്തി വളർത്തി മനഃശുദ്ധി സമ്പാദിച്ച ഹേമ ജീവമുക്തയായി തീർന്നു. അതാണ് അവസാനം ബ്രഹ്മലോകത്തേക്ക് പോയത്. പോകുന്ന സമയത്ത് ഹേമ എന്നോട് പറഞ്ഞു, നീ ജീവജാലങ്ങളൊന്നുമില്ലാത്ത ഈ ഗുഹയിൽ ഏകാകിനിയായി തപസ് ചെയ്യൂ. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ഭൂമിയിലെ അധർമ്മികളെ നശിപ്പിക്കാനായി ദശരഥൻ്റെ മകനായി രാമൻ എന്ന പേരിൽ അവതരിക്കും. കാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ അപഹരിക്കപ്പെടും. രാമൻ്റെ പത്നിയെ അന്വേഷിച്ചുകൊണ്ട് കുറേ വാനരന്മാർ ഈ ഗുഹയിൽ വരും. അവരെ സൽക്കരിക്കുകയും രാമനെ പ്രത്യക്ഷമായി കണ്ട് സ്തുതിക്കുകയും ചെയ്തു നീ യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന വിഷ്ണുലോകത്തിൽ എത്തിച്ചേരും. ഇങ്ങനെ പറഞ്ഞാണ് ഹേമ പോയത്. ഞാൻ രാമനെ കാണാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കുവിൻ. എന്നാൽ ഞാൻ നിങ്ങളെ ഗുഹയിൽ നിന്നും
പുറത്താക്കിത്തരാം. വാനരന്മാരെല്ലാം കണ്ണടച്ചു. കണ്ണു തുറന്നപ്പോൾ അവർ മുമ്പിലത്തെ കാട്ടിൽ തന്നെ എത്തിച്ചേർന്നു. സ്വയംപ്രഭാ യോഗിനി ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന് ആകാശമാർഗത്തിലൂടെ അതിവേഗം സഞ്ചരിച്ച് രാമന്റെ മുൻപിൽ എത്തിച്ചേർന്നു. സുഗ്രീവനും ലക്ഷ്മണനോടും കൂടി ഇരിക്കുന്ന രാമനെ കണ്ടു. രാമനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ഭക്തിഭാവം കൊണ്ട് ഹൃദയം നിറഞ്ഞു. ശരീരത്തിൽ രോമാഞ്ചത്തോടും ഗൽഗത കണ്ഠത്തോടും കൂടി സ്വയംപ്രഭ പറഞ്ഞു: ഭഗവാനെ രാജേന്ദ്ര, ഞാൻ അവിടുത്തെ ദാസിയാണ്. അങ്ങയെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അനേകായിരം സംവത്സരങ്ങൾ അങ്ങയുടെ ദർശനത്തിനായി ഞാൻ ഗുഹയിൽ കഠിന തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ തപസ് ഇന്നാണ് സഫലമായത്. മായയ്ക്കപ്പുറത്ത് വിളങ്ങുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. എല്ലാവരുടെയും അകവും പുറവും നിറഞ്ഞവനാണ് അങ്ങ്. എന്നാൽ ആർക്കും കാണാൻ കഴിയാത്തവനുമാണ്. യോഗമായയെ കൊണ്ട് തൻ്റെ വാസ്തവ സ്വരൂപം മറച്ച് മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. നാടകത്തിൽ വേഷം കൊണ്ട് മറയപ്പെട്ട നടനെ കാണികൾക്ക് അറിയാൻ കഴിയില്ലല്ലോ. അതുപോലെ യോഗമായ കൊണ്ട് മറയ്ക്കപ്പെട്ട പരമാത്മാവായ അങ്ങയെ അജ്ഞാന ദൃഷ്ടി കൊണ്ട് നോക്കുന്നവർക്ക് അറിയാൻ കഴിയില്ല. പരമഭക്തന്മാർക്ക് ഭക്തിയോഗത്തെ ഉപദേശിക്കാനായിട്ടാണ് അവിടുത്തെ അവതാരം. അപ്രകാരമുള്ള അങ്ങയെ വെറും തമോ ഗുണപ്രധാനിയായ ഞാൻ എങ്ങനെ അറിയാനാണ്? രഘൂത്തമ, അങ്ങയുടെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നവർ അറിഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ ഈ രാമസ്വരൂപം എപ്പോഴും പ്രകാശിക്കുമാറാകണേ. രാമ, മോക്ഷത്തിലേക്കുള്ള വഴിയെ കാണിച്ചു തരുന്നവയാണ് അങ്ങയുടെ പാതാരവിന്ദങ്ങൾ. അവയെ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നുവല്ലോ. സംസാരത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് കാണാൻ കിട്ടാത്തവയാണ് ഈ പാദകമലങ്ങൾ. ഈശ്വരനിലേക്കുള്ള മാർഗമാകുന്ന ധർമ്മത്തെ കാണിച്ചു തരുന്നവയാണവ. ധനം, പുത്രൻ, ഭാര്യ, ഐശ്വര്യം എന്നിവയാൽ അഹങ്കരിച്ചു കഴിയുന്നവർക്ക് അങ്ങയെപ്പറ്റി പറയാൻ പോലും തോന്നില്ല. കാരണം അങ്ങെല്ലാം ഉപേക്ഷിച്ചവരുടെ ധനമാണല്ലോ. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളിൽ നിന്നും നിവർത്തിച്ചവനും സർവസ്വവും ഉപേക്ഷിച്ചവരുടെ ധനവും ആത്മാവിൽ ആനന്ദിക്കുന്നവനും 3 ഗുണങ്ങൾക്കും അതീതനും സത്വാദി ഗുണങ്ങളിൽ കൂടി പ്രകടമായി തീരുന്നവനുമായ അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് കാലസ്വരൂപനാണ്. എല്ലാത്തിൻ്റെയും നിയന്താവാണ്. ആദിയും മധ്യവും അവസാനവും ഇല്ലാത്തവനാണ്. എല്ലാത്തിലും സമമായി വിളങ്ങുന്നവനാണ്. പരമപുരുഷനാണ്. ദേവാ, മനുഷ്യാഭിനയത്തിലൂടെയുള്ള അവിടുത്തെ ലീലകളുടെ താല്പര്യം ആർക്കും അറിയാൻ കഴിയുന്നില്ല. അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവനായോ വിരോധിയായോ ആരുമില്ല. മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരാണ് അങ്ങയെ ചിലർക്ക് പ്രിയനും മറ്റു ചിലർക്ക് അപ്രിയനുമായി തെറ്റിദ്ധരിക്കുന്നത്. ജനനമോ കർമ്മമോ ഇല്ലാത്തവനും എല്ലാറ്റിൻ്റെയും നിയന്താവുമായ നിന്തിരുവടിയുടെ ദേവന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലുമൊക്കെയുള്ള അവതാരങ്ങളും അവയിലൂടെ ചെയ്ത ലീലകളും വെറും അഭിനയമാത്രങ്ങളല്ലേ? നിന്തിരുവടിയുടെ അവതാര കാരണങ്ങൾ പലരും പല വിധത്തിൽ പറഞ്ഞു വരുന്നു. രാമായണ കഥ ലോകത്തിൽ വ്യാപിക്കാനാണ് ഈ രാമാവതാരമെന്ന് ചിലർ പറയുന്നു. കോസല രാജാവായ ദശരഥൻ ഭവാൻ പുത്രനായി ജനിക്കണമെന്ന് കരുതി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തപസ്സിൻ്റെ ഫലം നൽകി അനുഗ്രഹിക്കാനാണ് ഈ അവതാരമെന്ന് മറ്റു ചിലർ പറയുന്നു. കൗസല്യയുടെ നിഷ്കളങ്ക ഭക്തിയോടു കൂടിയ പ്രാർത്ഥന സഫലമാക്കാനാണ് അവിടുത്തെ അവതാരമെന്നാണ് പിന്നെ ചിലരുടെ അഭിപ്രായം. ദുഷ്ടരാക്ഷസന്മാരെ കൊന്ന് ഭൂഭാരം തീർത്തു തരണമെന്ന് ബ്രഹ്മദേവൻ അപേക്ഷിച്ചതനുസരിച്ചാണ് അവിടുത്തെ അവതാരമെന്ന് വേറെ ചിലർ പറയുന്നു. രഘുനന്ദന, അവിടുത്തെ കഥകൾ കേൾക്കുക, കീർത്തിക്കുക എന്നീ അനുഷ്ഠാനങ്ങളിലൂടെ ക്രമേണ ഭക്തി വളർന്നാൽ നിന്തിരുവടിയുടെ പാതാരബിന്ദങ്ങളെ കാണാൻ കഴിയുന്നു. സംസാര സമുദ്രത്തിൽ നിന്നും ജീവന്മാരെ ഉദ്ധരിക്കുന്നവയാണല്ലോ ഈ പാദകമലങ്ങൾ. അങ്ങയുടെ മായയുടെ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടവളാണ് ഞാൻ. 3 ഗുണങ്ങൾക്കും അതീതനും അവയ്ക്ക് ആശ്രയഭൂതനുമായ നിന്തിരുവടിയെ ഞാൻ എങ്ങനെ സ്തുതിക്കാനാണ്? വില്ലും ശരങ്ങളും ധരിച്ചവനും സോദരനായ ലക്ഷ്മണനോടും മിത്രമായ സുഗ്രീവനോടും കൂടിയവനും രഘുശ്രേഷ്ഠനുമായ ഭഗവാനെ, ഞാനിതാ നിന്തിരുവടിയെ നമസ്കരിക്കുന്നു. ശരണം പ്രാപിക്കുന്നവരുടെ സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാൻ എന്താണ് വരമായി ഭവതിക്ക് ആഗ്രഹിക്കുന്നത് എന്ന് യോഗിനിയോട് ചോദിച്ചു. സ്വയംപ്രഭ ഭക്തി കൊണ്ട് തലകുനിഞ്ഞവളായി അപേക്ഷിച്ചു. ഭക്തവത്സലനായ ഭഗവാനെ,
ഞാൻ ഭാവിയിൽ എവിടെ ഏത് പരിതസ്ഥിതിയിൽ ജനിച്ചാലും എനിക്ക് അങ്ങയിൽ ഉറച്ച ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിച്ചാലും എനിക്ക് കൂടെ കൂടെ അങ്ങയുടെ ഭക്തന്മാരോടുള്ള സത്സംഗം സാധിക്കണം. ഒരിക്കലും എനിക്ക് ദുർജന സംസർഗം ഉണ്ടാവരുത്. എൻ്റെ നാവ് എപ്പോഴും രാമ രാമ എന്ന തിരുനാമം ഭക്തിയോട് ജപിക്കുമാറായി തീരണം. സീതാലക്ഷ്മണ സമേതവും ശ്യാമള വർണ്ണത്തോടു കൂടിയതും വില്ലും ശരവും ധരിച്ചതും മഞ്ഞപ്പട്ടുടുത്തതും കിരീടം, തോൾവളകൾ, വളകൾ, കുണ്ടലങ്ങൾ, കൗസ്തുഭരത്നം, അരഞ്ഞാണം, തളകൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞതുമായ നിന്തിരുവടിയുടെ ശ്രീരാമചന്ദ്ര രൂപം എപ്പോഴും ഇടതടവില്ലാതെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമാറാകണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന വരം. മഹാപ്രഭു, എനിക്ക് മറ്റൊന്നും വേണ്ട. ശ്രീരാമൻ അരുളി ചെയ്തു, മഹാഭാഗ്യവതി, അങ്ങനെ തന്നെ സംഭവിക്കും. ഭവതി ഇനി നേരെ ബദരികാശ്രമത്തിലേക്ക് പൊയ്ക്കോളൂ. അവിടെ ചെന്ന് എന്നിൽ മനസ്സുറച്ച് പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പരമാത്മാവായ എന്നെ പ്രാപിച്ച് താമസിയാതെ മുക്തയായിത്തീരും. ശ്രീരാമൻ്റെ അമൃതവാണികൾ കേട്ട സ്വയംപ്രഭ ബദരികാശ്രമത്തിലേക്ക് പോയി. രഘുപതിയായ രാമനെ നിരന്തരം ധ്യാനിച്ച് ശരീരം ഉപേക്ഷിച്ച് പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.